ആണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇറാനിലെ വിവിധയിടങ്ങളിൽ വീണ്ടും യുഎസിന്റെ വ്യോമാക്രമണം. ഖത്തർ സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹോർമുസിൽ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് 3 ഇടങ്ങളിൽ ബോംബിട്ടത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും യുഎസ് സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഖാംനയുടെ സംസ്കാരം നാളെ നടക്കാനിരിക്കെയാണ് സംഘർഷം മൂർച്ഛിക്കുന്നത്. എംസിഎ നാസർ വിശദാംശങ്ങളുമായി. എംസിഎ, ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങുകൾക്ക്, മഷ്ഹദിലെ അവസാനത്തെ അന്ത്യകർമ്മ ചടങ്ങുകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഒരു വശത്ത് ഈ കാലുഷ്യവും സംഘർഷവും കുറെ കൂടി കടുക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? വേഗത്തിൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണോ? സൈഫുദ്ദീൻ, കഴിഞ്ഞ മാസം 17-ന് രൂപപ്പെടുത്തിയ ധാരണാപത്രം ഏറെക്കുറെ തകർന്നു എന്ന് വേണം പറയാൻ. കാരണം അതിലെ പല വ്യവസ്ഥകളും അമേരിക്ക ആസൂത്രിതമായി തന്നെ തകിടമറിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം കൂടി ഇന്ന് രാവിലെ തങ്ങളുടെ പ്രദേശങ്ങൾക്ക് നേരെ നടന്നതെന്നാണ് ഇറാനിലെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫിന്റെ കുറ്റപ്പെടുത്തൽ. സിറിക്ക്, അതോടൊപ്പം തന്നെ ബന്ദർ അബ്ബാസ്, കിഷം, ഈ 3 ദ്വീപ് കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു രാവിലെ ആക്രമണം നടന്നത്. കാരണം ഇതിന് ആധാരമായിട്ട് US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇന്നലെ 3 കപ്പലുകൾക്ക് നേരെ ഹോർമുസിൽ ആസൂത്രിതമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ സേന നടത്തി. അതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് അതിശക്തമായിട്ടുള്ള ആക്രമണം. ഒരുപക്ഷെ കഴിഞ്ഞ മാസം നടന്നതിനേക്കാൾ വലിയ തോതിലുള്ള വ്യാപ്തിയിലുള്ള ആക്രമണമാണ് നടന്നത്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് തങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇതെല്ലാം സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം നീണ്ടു എന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. നിരവധി പേർക്ക് സിറിക്കിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മധ്യസ്ഥ നീക്കത്തിന് വലിയ തിരിച്ചടിയാണ് ഈ സംഭവം. അതോടൊപ്പം തന്നെ ഇപ്പോ ഇറാഖിലെ നജഫിൽ വലിയ തോതിലുള്ള ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ അലി ഖാംനയുടെ പൊതുദർശനവും അതോടൊപ്പം തന്നെ വിലാപയാത്രയും നടക്കുന്നത്. ഇന്ന് രാവിലെ മാത്രം 40 ലക്ഷത്തോളം പേരാണ് നജഫിലെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തതെന്നാണ് ഇറാഖ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് മൃതദേഹം കർബലയിലേക്ക് കൊണ്ടുപോകും. കർബലയിലും ജനലക്ഷങ്ങൾ തന്നെ വിടവാങ്ങാൻ എത്തുമെന്നാണ് ഔദ്യോഗികമായ വൃത്തങ്ങൾ അറിയിക്കുന്നത്. തുടർന്ന് രാത്രിയോടുകൂടി മൃതദേഹം തെഹ്റാനിലേക്ക് തന്നെ തിരികെ എത്തിക്കും. നാളെ വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധി സംഘങ്ങൾ ഈ സംസ്കാര വേളയിൽ പങ്കെടുക്കും. എന്തായാലും ഈ ഒരു സംസ്കാര വേളയിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളാണ് തുടർന്നിരിക്കുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US ആസ്ഥാനങ്ങൾക്ക് നേരെ വലിയ തോതിൽ 85 ഇടങ്ങളിൽ തിരിച്ചടി നടത്തിയെന്നാണ് ഇറാൻ സേന അവകാശപ്പെടുന്നത്. സൈഫുദ്ദീൻ. ശരി എംസിഎ, നമ്മൾ വീണ്ടും